ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് MG റോഡിനടുത്ത് വെച്ചാണ്. ഞാൻ അതുവഴി പോകുമ്പോൾ ഇങ്ങനെ കാഴ്ച കണ്ടു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി, അടുത്ത് വരുന്ന ഇങ്ങനെ ഒരു കോലം കെട്ടുമ്പോൾ. അപ്പോൾ ഇന്നാണ് ഹാലോവെൻസ് ഡേ. അപ്പോൾ അന്ന് ആഘോഷിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു സർവ്വസാധാരണമാണ് ഈ ബാംഗ്ലൂരിലെ MG റോഡിൽ. അപ്പോൾ നമുക്കൊന്ന് പോവാം. ഈ MG റോഡ് എന്ന് പറയുന്നത് ചർച്ച് സ്ട്രീറ്റ്, പിന്നെ MG റോഡ്, പിന്നെ ബ്രിഗേഡ് റോഡ്, മ്യൂസിയം റോഡ്, ഇതെല്ലാം ചേർന്ന ഒരു ഏരിയയാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് കുറേയേറെ ആൾക്കാർ വന്ന് മീറ്റ് ചെയ്യുന്നതും, പിന്നെ ഡ്രിങ്ക്സ് ചെയ്ത് ഡാൻസ് പാർട്ടീസ്, പിന്നെ ഷോപ്പിങ്, പിന്നെ മാള്, അതേപോലെ ഓഫീസ് സ്പേസസ് എല്ലാം ഉള്ളൊരു ഏരിയ. അപ്പോൾ ഓഫീസ് സ്പേസ് എന്ന് പറയുമ്പോൾ ചെറിയ ഏരിയ അല്ല. അപ്പോൾ IT പാർക്സാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ഏരിയ തന്നെയാണ്. അപ്പോൾ ഫുഡിനെല്ലാം നല്ല കോസ്റ്റ്ലി ആയിരിക്കും. നമ്മൾ എയർപോർട്ടിലെല്ലാം കിട്ടുന്ന ഫുഡ് പോലുള്ള ഏരിയ. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഡ്രിങ്ക്സ് അടിച്ച് തിരിച്ചു പോകുന്നവർക്കാണ് ഈ ഓട്ടോസും പിന്നെ ടാക്സികളും വെയിറ്റ് ചെയ്യുന്നത്. കാരണം ആൾക്കാർ ഡ്രൈവ് ചെയ്ത് പോയാൽ ചെക്കിങ് ഉണ്ടാവും, ചെക്കിങ്ങിന് പിടിക്കുകയും ചെയ്യും. കാരണം ഈ ഒരു ഏരിയയ്ക്ക് ചുറ്റുമായിട്ട് പോലീസ് ഇങ്ങനെ വലവരിക്കും. ഒരു 10-11 മണി കഴിഞ്ഞാൽ അതിങ്ങനെ 2, 3, 4 മണി വരെ ഉണ്ടാവും ചെക്കിങ്. അപ്പോൾ അങ്ങനെ എസ്കേപ്പ് ആകാൻ പറ്റൂല എന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വല്ല ഊടുവഴികളും കൂടി ഉണ്ടെങ്കിലും മാത്രമേ രക്ഷപ്പെടാൻ പറ്റും. മെയിൻ റോഡിലെല്ലാവരും നല്ല ചെക്കിങ്. അതുകൊണ്ടാണ് ഈ വണ്ടികളൊക്കെ, ഓട്ടോകളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്, ഒപ്പം കാറുകളും, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇങ്ങനെ നിങ്ങൾ വെള്ളമടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ ബൈക്കിലൊക്കെ വന്ന് അവിടെ ഇവിടേക്ക് പാർക്ക് ചെയ്ത് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക. പിന്നെ എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള പോഷ് ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലായിരിക്കും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ. നല്ല ഫുഡ്, കോസ്റ്റ്ലി ഫുഡ്, പിന്നെ അതിനടക്ക് ചെറിയ ചെറിയ തട്ടുകളൊക്കെ, എക്കണോമിക്കലായിട്ട് ഉള്ള തട്ടുകടയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഒരു ഈവനിങ്, അതായത് വീക്കെൻഡ്സ് ഈവനിങ്ങിൽ ഒരുപാട് ആൾക്കാർ വരുന്ന ഏരിയ. പിന്നെ ഇവിടെ MG റോഡിൽ മെട്രോ കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് MG റോഡും ഈ ഒരു ഏരിയകളൊക്കെ. പിന്നെ ബർത്ത്ഡേ പാർട്ടീസ്, ഡേറ്റിങ്സ് എല്ലാം ഇവിടെ നന്നായി ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഓർമ്മകളും പിന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചില ഫോട്ടോഗ്രാഫുകളും പിന്നെ ചിത്രകലയും ഉണ്ടാകും. അതൊക്കെ ഇവിടെ ഉണ്ട്. ചാർജ് കൊടുത്താൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതിലൊന്നാണിത്. അപ്പോൾ ഇതൊരു നടത്തുന്നത് മലയാളിയാണ്. ചെറിയൊരു പഴയൊരു ടാപ്പ് റെക്കോർഡറും പഴയ ക്യാമറയും പിന്നെ പഴയ ഫോണെല്ലാം വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ ഫോട്ടോഗ്രാഫ് പഴയ ന്യൂസ് പേപ്പറിൽ ഹോളിവുഡ് സ്റ്റൈലിൽ വരുന്ന ഒരു പ്രിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 150 റുപ്പീസാണ് ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു പഴയ ടാപ്പ് റെക്കോർഡ് സത്യമാണ്, പക്ഷേ ക്യാമറ ഒക്കെ പുതിയതാണ്. അത് പഴയ ഒരു ക്യാമറേൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള മോഡലിനുള്ളിൽ വെച്ചിട്ടുള്ളൊരു സംഭവം. പിന്നെ അതോടൊപ്പം ഒരു പഴയ ഫോണൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വിചിത്രമായുള്ളതുകൊണ്ട് ഇവിടെ കയറി ഒന്ന് സംസാരിച്ചു. പിന്നെ അപ്പോൾ നല്ല ചായയും പിന്നെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ട്. പിന്നെ നല്ലൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഇവിടെ നന്നായിട്ട് ചെയ്യാം. അതിനൊക്കെയാണ് ആൾ വരുന്നത്. അപ്പോൾ ഫാഷനായിട്ട് നടക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറക്കുന്നതാണ്. കമ്മലുകളും വളകളും പിന്നെ ആഭരണങ്ങളും ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ചപ്പൽസ് ഉണ്ട്, അതാണിത്. പിന്നെ ഓരോ ഷോപ്പുണ്ട്, വെറൈറ്റി ആയിട്ട് ആഭരണങ്ങൾ കിട്ടും. അതാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത്. പിന്നെ ഡ്രസ്സുകൾ, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിന് നല്ല കോസ്റ്റാണ്. എയർപോർട്ടിനെക്കാട്ടും കൂടുതലുള്ള കോസ്റ്റ്ലിയാണ്. അതുപോലെ ഡ്രിങ്ക്സ്, പിന്നെ ഡ്രസ്സുകളൊക്കെ ഏകദേശം ചീപ്പായിട്ട് കിട്ടും, ഒരു എക്കണോമിക്കായിട്ട് കിട്ടും. അതൊക്കെയാണ് ഇവിടെയുള്ളത്. പിന്നെ ആൾക്കാർക്ക് കുറവാണ്, ആകുന്നേ ഉള്ളൂ. ഒരു 10 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ആളുകൾ. നമ്മളിപ്പോൾ 8:30ക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് കാണാം.
കളർഫുള്ളായിട്ടുള്ളൊരു വൈബ് നമുക്ക് കാണാൻ പറ്റും. സാധാരണ സ്ഥലങ്ങളില്ലാത്ത പോലുള്ള സംഭവങ്ങൾ, അതായത് ഇൻ്റർനാഷണൽ ലെവൽ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് കോസ്റ്റ്ലിയും. നമുക്ക് ഈ ഒരു വീഡിയോ ഇത് എടുക്കുന്നത് പോലെ ലോക്കൽ ഏരിയ മെജസ്റ്റിക്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇങ്ങനെ എടുത്താൽ ചില സമയം അവർ ഹിജറകൾ താവളമായി മാറിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ വീഡിയോസെല്ലാം എടുത്തെടുത്ത് കുറേ ആൾക്കാർ കൂടി ഈ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ പ്രത്യേക ആവശ്യം നൽകുന്ന ആൾക്കാർ അവിടെ കൂടി വരുന്നത്, അത് പ്രത്യേകിച്ചും മറ്റുള്ള ടീംസാണ്. അപ്പോൾ അവർ ഇങ്ങനെ കൂട്ടം കൂടി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എനിക്കൊരു ഇതുണ്ടായതാണ്. ഞാൻ ജസ്റ്റ് പോയിട്ട് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ നിന്നും കുറച്ചാൾ വന്ന് തടഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഫോട്ടോ എടുത്തില്ല, കാരണം അവർ വേറെ രീതിയിൽ ജീവിക്കുന്ന ടീമായതുകൊണ്ട് ഞാൻ അവരെ ഫോട്ടോ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണെന്ന് വെച്ചാൽ കാമുകന്മാരെ ആ ഒരു അവർക്ക് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ്. അതായത് പൂവുകളൊക്കെ ഡേറ്റിംഗ് കൊടുക്കുമ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അത് വിൽക്കുന്ന ഒരു ടീമാണ് കുറച്ച് ആൾക്കാർ. അതുപോലെ ഫുഡ്, വെള്ളം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു നൈറ്റ് പോയാൽ നമുക്ക് കാണാനുണ്ടാവും. ഒരു രാത്രി 12 മണി വരെയുള്ള, രാവിലെ 5 മണി വരെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ സംഭവം ഉണ്ടാവും. ഇതെല്ലാം സംഭവം. നമ്മളതിന് പോകുന്നത് ബ്രിഗേഡ് റോഡിലുള്ള ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് നേരെ പോകുന്നത് ബ്രിഗേഡ് റോഡിലേക്കാണ്. അവിടേക്ക് പോയാൽ പല കാഴ്ചകളും കാണാൻ പറ്റും. അവിടെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, കുറേ ഒരു ബാർസ് ഉണ്ടാവും, പിന്നെ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടാവും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. വേണ്ടവർക്ക് ചിലവാക്കാം, വേണ്ടവർക്ക് ആസ്വദിക്കാൻ നമ്മൾ കാണുന്നതാണ് ആസ്വാദനം. കാരണം ഇതൊക്കെ വാങ്ങി കഴിക്കാനും അല്ലെങ്കിൽ വാങ്ങിയിടാനും ഒന്നുമുള്ള ആഗ്രഹമൊന്നുമില്ല, ജസ്റ്റ് കാണുക അത്രയേ ഉള്ളൂ. സാധാരണ സാധനങ്ങളൊക്കെ നമുക്ക് മതി, ഇതിനൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് കാണുക എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, അതേപോലെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ മെട്രോ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കമ്മ്യൂട്ടേഴ്സും ഇവിടെ ഉണ്ട് എന്നതാണ് കാര്യങ്ങൾ. ഇപ്പോൾ ബാംഗ്ലൂരിലെ ഒരു വ്യത്യസ്തമായ ഒരു ലൈഫ് സ്റ്റൈൽ, പക്ഷേ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഇന്ദിരാനഗർ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. കോരമംഗല ആ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ ഈ ഒരേ ലൈഫ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. അതാണ് മറ്റൊരു കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അങ്ങനെ ഡൈവേർഡായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കുറവ്, ആൾക്കാരുടെ സാന്നിധ്യം കുറവ്. എന്നിട്ട് കുറേയേറെ മലയാളികൾ, ഈ അടുത്തുള്ള മലയാളികളൊക്കെ ഇവിടുന്ന് ചുറ്റിക്കളിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഏകദേശം എത്താനായിപ്പോയി. പിന്നീടുള്ള വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നല്ല ഹൈ സെക്യൂരിറ്റിയാണ്. പിന്നെ ക്യാമറയും പോലീസും ഓൾവേസ് ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തോന്നിയ ദിവസമൊന്നും കളിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ കൂടിയാണിത്. ഇതാണ് മെട്രോ സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കുറേ ആഭരണങ്ങൾ, മോതിരങ്ങൾ, വാച്ച്, വള, തൊപ്പി, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് സ്ട്രീറ്റിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ കുറച്ച് അമീബ പോലുള്ള കമ്പനികളുടെ ഗെയിമുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അവിടെയുള്ള പ്രത്യേകതകൾ. ഒരു മെയിൻ സ്ട്രീറ്റ് തന്നെയാണ് ബാംഗ്ലൂരുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റ് ഏരിയയിൽ വന്നാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷേ ലോക്കൽ ഏരിയയിൽ പോയാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ബ്രിഗേഡ് റോഡ്. ഇത് അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക, ലൈറ്റെല്ലാം ഇട്ടിട്ട് സ്ട്രീറ്റ്. പിന്നെ കമ്പനീസിൻ്റെ ഷോറൂമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കാണുന്നത് കാണേണ്ടവർക്ക് കാണാം എന്നുള്ളത്. മെയിനായിട്ടുള്ള ഡ്രസ്സിൻ്റെയാണ്. ആഡിഡാസ്, നൈക്ക്, സ്പോർട്സ് വെയർ, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഇവിടെയുള്ളൊരു ഷോപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ കാണുക. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് ഈ ജീവിക്കുന്ന കുറേ ഫ്രൂട്ട്സുകളും കടകളും നമുക്ക് കാണാം. ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും, ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള അത്തറുകളും നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള ഷോപ്സൊക്കെ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ബാറുകളും പിന്നെ പബ്ബുകളും ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ബാംഗ്ലൂർ വന്നാൽ എം ജി റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് എല്ലാ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ കാണാൻ പറ്റും. അതൊരു 100 മീറ്ററേ ഉള്ളൂ അവിടുന്ന്.
പിന്നെ കേരളത്തിലെ തോന്നാസങ്ങളൊന്നും ഇവിടെ നടക്കില്ല. നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ജീവിക്കണം. അപ്പോൾ ഫുൾ സെക്യൂരിറ്റിയാണ് എന്നുള്ളത് മറന്നു പോകരുത്. അതിനിടയ്ക്കാണ് നല്ലൊരു ബുക്ക് സ്റ്റാളാണത്. ഇത് വലിയൊരു ബുക്ക് സ്റ്റാളാണ്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ ഭാഷകളിലുള്ള ബുക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഭാഷകളിലെല്ലാം ഇംഗ്ലീഷ് നോവൽസ് അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ഞാൻ കണ്ട് പിന്നെ വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു എന്താണ് സംഭവം. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അത് നമ്മൾ മൊബൈലിലും കാണുന്നത് ഇമോജിൻ്റെ എല്ലാം ഒരു വ്യത്യസ്തമായ റിയൽ മോജികളാണ് ഇതൊക്കെ. സ്റ്റൈലിഷ് ഉണ്ട്. അപ്പോൾ അത് മുകളിൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഭംഗി കാണുന്നില്ല, താഴെ നോക്കിയാലാണ് അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ആ ഒരു ഭംഗി കാണുന്നത്. അപ്പോൾ അത് താഴെ വെച്ചുകൊണ്ട് തന്നെ നമ്മളത് വളരെ കുനിയേണ്ടി വന്നു, അതൊക്കെ കഷ്ടപ്പെട്ടു വന്നു. അന്നേരമാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടിയത്. അപ്പോൾ മുകളിൽ നിന്ന് കാണുന്ന പോലെയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ മാർക്കറ്റുകളും സംഭവങ്ങളും കൗതുകങ്ങളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ്, ബൈ ബൈ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ തീരുന്നു. പോട്ടെ, ബൈ ബൈ.